പറയാത്തമ്മ? എടി ഞാനൊന്ന് പറയാം, നീ സമാധാനപ്പെട്ട് ഇങ്ങനെ കിടന്ന് എങ്ങനെ? എന്താണ്? ആ കാരണേ? ഇല്ല, അവൾ ആകെ വിഷമത്തിലാണ്. ഇത്രയും നാളും അവള് തച്ച് കിട്ടുന്നത് കൊണ്ട് എങ്ങനെയെങ്കിലും ഒക്കെ ഞെക്കിയും ഞെരിക്കിയും പോയി. കൊച്ചു വലുതായി വരുന്നു, ഒന്നുകൊണ്ട് ഒന്നും തികയുന്നില്ല. ഈ ക്ലീറ്റസിനെ ഇന്നിങ്ങനെ വിട്ടാൽ പറ്റത്തില്ല. അവൻ എന്തെങ്കിലും ഒരു സ്ഥിര വരുമാനം ഒപ്പിച്ചു കൊടുക്കണം. അതാണ് അവള് പറയുന്നത്. അതാപ്പോ നിന്റെ വിഷമം? എൻ്റെ അമ്മ ക്ലീറ്റസിന് ഇപ്പോൾ ജോലി ഇല്ലാതായത് ഇന്നോ ഇന്നലൊന്നും അല്ലല്ലോ. അവ ഇന്ന് വരെ എന്തെങ്കിലും ഒരു ജോലിക്ക് പോയിട്ടുണ്ടോ? പോയിട്ടുണ്ടോ? പിന്നെ അവൻ ജോലിക്കേ പോവാതെ പിന്നെ ഇവള് വന്നിരുന്ന് കരഞ്ഞിട്ട് എന്താ കാര്യം? അല്ല, അന്നൊക്കെ എനിക്ക് വരുമാനം ഉണ്ടായിരുന്നില്ലേ? ഇപ്പത്തെ നിനക്ക് വരുമാനം ഇല്ലേ? അതല്ലടാ, ഒരാഴ്ചയായി ഞാൻ ആ മിഷൻ ചവിട്ടിയിട്ട്. അതെന്താന്ന് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കറിയാമോ, തയ്ക്കാൻ ആരും കൊണ്ടുവന്നില്ല. മുട്ടിന് റെഡിമെയ്ഡ് ഷോപ്പും തയ്യക്കടയായി. എനിക്ക് വല്ല ഫാഷനും തയ്ക്കാൻ അറിയാമോ? എന്നാ പിന്നെ നീ ഒരു കാര്യം ചെയ്തോ, നമ്മുടെ ആ കറുവത്ത ഷാജിയൊരു മറ്റേ മാക്സി കട തുടങ്ങിയിട്ടുണ്ട്. മാക്സിയും ബ്രേസറും ഒക്കെ പാടെ തുന്നണ കട. അവിടെ അങ്ങോട്ട് വെക്കും. അതല്ലേ? എടാ, ഞാൻ അതല്ല പറഞ്ഞത്. ഇനി എവിടെ ഇട്ട് ജോലിക്ക് വിടുന്നതിനേക്കാളും ക്ലീറ്റസിനൊരു ജോലി ഒപ്പിച്ചിരുന്നെങ്കിൽ അത്. ഈ അമ്മയ്ക്ക് എന്താ പ്രാന്തണ്ടമ്മ? എങ്ങനെയാണ് ഈ ക്ലീറ്റസ് പണിയെടുക്കണതെന്ന് അവന്റെ കാര്യം പറയണ്ട. അതൊക്കെ അടഞ്ഞ അധ്യായമാണ്. ആ വഴിയെ നോക്കണ്ട. ഇനി അങ്ങനെ വിട്ടാ പറ്റത്തില്ല. തുടക്കത്തിൽ ഇങ്ങനെ മുടക്കല്ലേന്നേ. അവൻ എന്ത് ജോലിക്ക് പോകുന്നതാണ്? എല്ലാ ജോലിക്കും പോകും. അവൻ ഒരു ജോലിക്കും പോകില്ല. ഈ സൂപ്പർവൈസർ പോലെയൊക്കെയുള്ള ജോലി നല്ലതാണല്ലോ. ഓഹോ, സൂപ്പർവൈസർ. അപ്പൊ തടിയാണെങ്കിൽ ഒരു പണിയും ചെയ്യൂല. അങ്ങനെ ചെയ്യാൻ നിനക്കും താല്പര്യമില്ല. വേറെ പണി എന്തെങ്കിലും നോക്കോ. എന്തെങ്കിലും ഒരു പണി ഒപ്പിച്ചു കൊടുക്കണം. നിനക്ക് ഒത്തിരി പരിചയക്കാരില്ലേ? എന്നാ ഈ പറയണ ഞാൻ എവിടെ പോയിട്ട് ഒപ്പിച്ചു കൊടുക്കാനാണ്? നിന്റെ പരിചയക്കാരുടെ ആരുടെങ്കിലും പറ, എന്തെങ്കിലും ഒരു ജോലി ഒപ്പിച്ചു കൊടുക്കണം, അളിയൻ ഇങ്ങനെ നടക്കുകയാണെന്നുള്ളത്. നമുക്ക് ആകെ പറയാനുള്ളത് മറ്റാ എന്താണ്, ഇടുക്കിയിൽ മറ്റേ റിസോർട്ടൊക്കെ ഉള്ള കക്ഷിയില്ലേ, മത്തായി ചേട്ടൻ. മത്തായി ചേട്ടൻ ഇപ്പൊ എറണാകുളത്ത് ഒരു കട തുടങ്ങിയിട്ടുണ്ട്. ഈ ഗ്രാനൈറ്റ് ഒക്കെ ഈ നിലത്ത് പതിക്കണ ഗ്രാനൈറ്റ് ഒക്കെ ഇല്ലേ, ഗ്രാനൈറ്റ് ടൈൽസ് അതൊക്കെ ഉത്തരേന്ത്യയിൽ ഇങ്ങനെ കൊണ്ടുവരും. വേറെ ഒക്കെ സ്ഥലത്ത് കൊണ്ടുവന്നിട്ട് അപ്പൊ അങ്ങനെ ഒരു ബിസിനസ് തുടങ്ങിയിട്ടുണ്ട് എറണാകുളത്ത്. അവിടെ ഇപ്പൊ കുറെ ആളുകൾ എടുത്തിട്ടുണ്ട് പുള്ളി. ഇനി വേണമെങ്കിൽ ക്ലീറ്റസിന്റെ കാര്യങ്ങൾ വേണമെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ ക്ലീറ്റസിനെ അവിടെ വെക്കുകയും ചെയ്യും. അത് മതിയാവൂല എന്ന് പറഞ്ഞാൽ അവൻ പോവൂലെന്ന്. ഞാൻ എങ്ങനെയെങ്കിലും സമ്മതിപ്പിച്ചോളാം. ഞാൻ വിളിച്ചു പറയുകയൊക്കെ ചെയ്യാം. വിളിച്ചു പറഞ്ഞ അവൻ പോകും. ഞാൻ വിട്ടോളാം, ഞാൻ തള്ളി പറഞ്ഞിട്ടോളാം. അവൻ ജോലിക്ക് പോയി കഴിഞ്ഞാൽ എനിക്കാണ് ലാഭം, നിനക്കല്ല. അതിനവനെ പറഞ്ഞയക്കണം. ഇനി എങ്ങാനും അവിടെ ജോലി ശരിയായി കഴിഞ്ഞിട്ട് ഇന്നാണ് പോയി കഴിഞ്ഞ് നാളെ തിരിച്ച് വീണ്ടും ഇടയ്ക്ക് വരരുത്, ഭാര്യയും കുട്ടികളെയും കാണണമെന്നും പറഞ്ഞിട്ട്. അതങ്ങനെ പിരിഞ്ഞു നിൽക്കാത്തോണ്ടുള്ള വിഷമാടാ. അത് അവിടെ താമസ സൗകര്യം എല്ലാം ഉണ്ട്. അവിടെ 10-15,000 രൂപ ശമ്പളവും കിട്ടും. മാസത്തിൽ ഒരു ദിവസം 2 ദിവസം കണ്ട് ലീവ് ഉണ്ട്. ആ ലീവിന് മാത്രം ഇവിടെ വരാൻ പറ്റൂ. പിറ്റേ ദിവസം ജോലിക്ക് ഇറങ്ങണം. അത് കുഴപ്പമില്ല. അതിനൊക്കെ തയ്യാറാണെങ്കിൽ ചെന്ന് പറ. ചോദിച്ചിട്ട് ഇനി വേറെ ആള് പോയിന്ന് പറയരുതാ ജോലിക്ക്. ആദ്യം വിളിച്ചു പറയുന്നതിന് മുമ്പ് അവൻ തയ്യാറാണോ ചോദിക്കും. ഞാൻ തയ്യാറാണെന്ന് ചോദിക്കട്ടെ. അമ്മ ഭയങ്കര വിഷമം. എടുത്തോ, ഭക്ഷണം എടുത്തു. ജോലിക്കെന്റെ പട്ടി പോവും. എന്നെ പോലൊരു പ്രമുഖൻ വേറെ എവിടെയെങ്കിലും കീഴിൽ ചെന്ന് ജോലി നോക്കുക. എത്ര ലാഘവത്തോടെയാണ് അവൻ പറയണത്. എന്താ പ്രശ്നം? അതിന്റെ ഭവിഷ്യത്ത് എന്താണെന്നറിയാമോ തങ്കം? ഇല്ല. പുതിയ രാഷ്ട്രീയ രംഗത്തേക്ക് ചുവടുവയ്ക്കുന്ന പുതിയ ചെറുപ്പക്കാർക്ക് മാതൃകയാകേണ്ട ഒരാളാണ് ഞാൻ പോയി ഇങ്ങനെ എവിടെയെങ്കിലും കീഴിൽ ജോലി ചെയ്യണമെന്ന് പറഞ്ഞാൽ പാർട്ടിക്ക് തന്നെ മൊത്തത്തിലൊരു നാണക്കേടാ. ജോലി ചെയ്യുന്നത് നാണക്കേടാണോ ക്ലീറ്റോ? നിങ്ങൾ ആരുടെയും കക്കാനും മോഷ്ടിക്കാനൊന്നുമല്ലല്ലോ പോണത്. അന്തസ്സായിട്ട് ജോലി ചെയ്യാനല്ലേ ഏത് തൊഴിലിനും ഉണ്ട് അതിന്റെ മഹത്വം. ഉണ്ടല്ലോ, മഹത്വം ഉണ്ടല്ലോ. ഇപ്പൊ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന പൊതുപ്രവർത്തനം, അത് ജനങ്ങളെ സേവിക്കുക, അതിനുണ്ടോ ഒരു മഹത്വം. അതിന് മഹത്വം ഉണ്ട്, പക്ഷെ അതിന് ഈ അടുപ്പിൽ വേവില്ല. നിങ്ങൾ ജോലിക്ക് പോയേ പറ്റുള്ളൂ. ഒന്നുമില്ലാത്ത സമയത്ത് ഇങ്ങനെ ഒരു ജോലി റെഡിയാക്കി തന്നില്ലേ, അതിന് പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ എവിടത്തിന് ആയത്? തങ്കം മാത്രമല്ല, ഞാനൊക്കെ ജോലി എന്ന് പറയണത് അങ്ങനെ ഒരാളുടെ കീഴിൽ പോയി ജോലി ഇത് പറ്റില്ല. നിനക്കത് പറഞ്ഞാൽ മനസ്സിലാവില്ല. എന്തുകൊണ്ട് പറ്റില്ല? കാരണം ഞങ്ങളൊക്കെ ഒന്ന് അടിസ്ഥാനപരമായിട്ട് പാലക്കാരെല്ലാം ബിസിനസ്സുകാർ, അതേ ഞങ്ങൾക്ക് വാഴൂ. ഈ ജോലി ശരിയാവില്ല. ബിസിനസ് അതിലാണെങ്കിൽ ഞങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ നമുക്ക് ചെയ്ത് മുന്നോട്ട് കയറാൻ പറ്റും. ഇതുവരെ നിങ്ങൾ ചെയ്ത എന്തെങ്കിലും വൃത്തിയായിട്ടുണ്ടോ ക്ലീറ്റോ? അല്ല, ഇന്നേ വരെ നമ്മൾ പൈസ മുടക്കി എന്തെങ്കിലും ബിസിനസ് ചെയ്തിട്ടുണ്ടോ? ഇച്ചിരി പൈസ എന്തെങ്കിലോട്ട് വരട്ടെ, ഞാൻ ബിസിനസ് ചെയ്ത് കാണിച്ചു തരാം. എന്ന് വന്നിട്ടാ ക്ലീറ്റോ? അല്ല, അത് വരുമ്പോ നമ്മളിങ്ങനെ ആലോചിച്ചാ പോരെ. ഇപ്പൊ പൈസ ഇല്ല, നമ്മൾ
പൈസ ഇല്ലാത്തപ്പോ എന്ത് ചെയ്യും നിങ്ങൾ എന്നിട്ട്? പൈസ ഇല്ലാത്തപ്പോ ഞാൻ ചോദിച്ചിട്ട് നമ്മുടെ പട്ടിണിയും ദാരിദ്ര്യവും സന്തോഷവും ഇതൊക്കെ നമ്മൾ ഇതിനെ വെളിയിലുള്ളവരെ അറിയിക്കണം. അത് ഒരു രക്ഷയില്ല. നിങ്ങള് ജോലിക്ക് പോയേ പറ്റുള്ളൂ, അല്ലാതെ നടക്കൂല ക്ലീറ്റോ ഈ കുടുംബം. അല്ലെങ്കിൽ ഞങ്ങൾക്ക് വല്ല വിഷം മേടിച്ചതാ നിങ്ങള്? 10 രൂപയ്ക്ക് എലിവിഷം കിട്ടും, അത് മേടിച്ചതാ. നീ ഞാൻ പറയുന്നത് നീ എന്റെ ഭാഗത്ത് നിന്ന് നടക്കൂല. നിങ്ങൾ ജോലിക്ക് പോയേ പറ്റുള്ളൂ. ഇങ്ങനെയുണ്ട് ഒരു മനുഷ്യൻ. ഓഹോ, മനസ്സിലായി. ഇപ്പൊ എനിക്ക് മനസ്സിലായി. എന്നെ ഇവിടുന്ന് എറണാകുളത്തോട്ട് പറഞ്ഞു വിടുന്നതിന്റെ പൊരുൾ എനിക്ക് മനസ്സിലായി. എന്ത് പൊരുൾ? എടാ അളിയാ, ഇതൊക്കെയാണ് മനസ്സിരിപ്പ്. എന്നെ എറണാകുളത്തോട്ട് പറഞ്ഞു വിടുമ്പോ എല്ലാം കഴിയുമല്ലോ. അവന്റെ മനസ്സിൽ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊക്കെ നടത്താം. എടി, ഞാൻ ഇവിടുന്ന് എറണാകുളത്ത് ജോലിക്ക് പോകും. പോയി കഴിഞ്ഞാൽ എനിക്ക് മാസത്തിൽ 1-2 ദിവസം ഇവിടെ വരാൻ പറ്റും. തന്നെയാണല്ലോ, അങ്ങനെയാണല്ലോ അവൻ പറഞ്ഞേക്കണേ. അങ്ങനെ വരുമ്പോൾ എൻ്റെ ഭാര്യയുടെയും കൊച്ചിനോടുമുള്ള അടുപ്പം അങ്ങ് കുറയും. ക്രമേണ നമ്മൾ തമ്മിൽ അങ്ങ് അകലും. നമ്മളെ തമ്മിൽ തെറ്റിച്ചിട്ട് അവന് വേറെ ആരെങ്കിലും കൊണ്ട് നിന്നെ കെട്ടിക്കാനുള്ള വല്ല പരിപാടിയായിരിക്കും. അത് തന്നെയാണ്, അതിന് തന്നെയാണ് അവൻ ഈ ജോലിക്ക് ഞാൻ പോകണമെന്ന് ഇത്രയും. എടാ, ഇങ്ങനെ ക്ലീറ്റോ അങ്ങനെയൊന്നും അവൻ ചിന്തിക്കൂല. ക്ലീറ്റോ ഇവൻ ചിന്തിക്കും. നിന്റെ ആങ്ങളുണ്ടല്ലോ ഈ കൊഴുത്തിരിപ്പ്, അവൻ ചിന്തിക്കും. എൻ്റെ പൊന്നുമോളെ, നീ എങ്ങനെ അവൻ്റെ കൂടെ പറപ്പായിട്ട് ജനിച്ചടി? നിനക്കില്ലല്ലോ, നിനക്കൊരു ബുദ്ധിയില്ല, ഒന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. അവൻ നിന്നെ എന്തൊക്കെയോ പറഞ്ഞ് തെറ്റിച്ച് വെച്ചൊക്കെയാണ്. നീ ഒന്ന് ചിന്തിക്കല്ലേ, നീ ഒന്ന് ബുദ്ധിപൂർവ്വം ചിന്തിച്ച് നോക്കിയാണ് ഞാൻ പറഞ്ഞത്. ഇല്ലേ, എപ്പോഴും എന്നെ കുറ്റപ്പെടുത്തുക, എന്നെ കൊള്ളരുതാത്തവൻ. അവൻ പറഞ്ഞാണ് പകുതി നിന്റെ മനസ്സിൽ അങ്ങനെ ഒരു ചിന്ത ഇപ്പം കയറിയിരിക്കണത്. പണ്ട് നീ ഇങ്ങനെ ആയിരുന്നു, എന്നോട് ഇങ്ങനെ ആയിരുന്നു. നിനക്ക് ക്ലീറ്റോ എന്ന് പറഞ്ഞാൽ നിനക്ക് എന്തായിരുന്നു എന്നുള്ളത് എനിക്ക് ഓർമ്മയുണ്ട്. പക്ഷേ ഇല്ലേ, ഇപ്പം അവൻ വിഷം കുത്തി വെച്ചു തെറ്റിക്കാനായിട്ട്. എനിക്കൊന്നും വേണ്ട, അവരുടെ പൈസയും വേണ്ട, ജോലിയും വേണ്ട. എനിക്ക് എൻ്റെ തങ്കത്തിന് മാത്രം മതി. അത് പ്രതീക്ഷിച്ചില്ല ഞാൻ നിൻ്റെ അവിടെ ഇറങ്ങി പോകുന്നത്. അല്ലാതെ ഇവിടുത്തെ പൊന്നും പണവും നിൻ്റെ ആങ്ങളുടെ സമ്പാദ്യം ഒന്നും കണ്ടിട്ടല്ല. പക്ഷെ നീ അത് മനസ്സിലാക്കണ്ടല്ലോ തങ്കം. അതേ ഉള്ളൂ എനിക്ക് വിഷമം. വിഷമിക്കല്ലേ, നമുക്കെന്നാ ജോലി വേണ്ട. വിഷമമുണ്ട് തങ്കം, വിഷമമുണ്ട്. നീ പറഞ്ഞ ഞാൻ ഇനിയിപ്പോൾ ലോകത്തിൻ്റെ എവിടെ വേണേലും പോയി ജോലി ചെയ്യാം. പക്ഷേ ക്ലീറ്റോയെ നിനക്ക് നഷ്ടപ്പെടും. ആ കാര്യം നീ മനസ്സിൽ എപ്പോഴും ഇട്ടോ. വേണ്ട. അതാണ് നിന്റെ ആങ്ങളുടെ മനസ്സിലുള്ളത്. നമുക്കൊരു കാര്യം ചെയ്യാം. ക്ലീറ്റോ പറഞ്ഞ പോലെ ഒരു ബിസിനസ് ചെയ്യാം. അതിന്റെ പൈസ ഞാൻ കുറച്ച് അവനോട് മേടിക്കാം. അതൊന്നും വേണ്ട തങ്കം. അവനോട് ചോദിച്ചു നോക്കാമല്ലോ. ഇനിയിപ്പോൾ അവൻ പൈസ തന്നാൽ പോലും എൻ്റെ മനസ്സിൽ എന്നെ സംബന്ധിച്ച് അതൊരു വിഷം തന്നെ ആയിരിക്കും അവൻ. അങ്ങനെയൊന്നും വിചാരിക്കണ്ട, ഞാൻ അവൻ്റെ കയ്യിൽ നിന്ന് പൈസ ചോദിക്കാം. ഇപ്പം നിങ്ങൾ ആങ്ങളെയും പെങ്ങളല്ലേ, ആ ബന്ധം എന്തായാലും മുറിച്ച് കളഞ്ഞാലും മാറില്ലല്ലോ. നിനക്ക് നിർബന്ധമാണെങ്കിൽ നീ വാങ്ങിക്ക്. പിന്നെ ഇനി അഥവാ ചോദിച്ചിട്ട് അവൻ്റെ നിന്ന് പൈസ കിട്ടിയില്ലെങ്കിൽ അമ്മൗണ്ട് എടുത്തോടൊന്ന് ചോദിച്ചു. അല്ല, അയാൾ ഈ പറഞ്ഞ മാതിരി കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലാവുന്ന ഒരാളാണ്, അതുകൊണ്ടാണ് കേട്ടോ. വേണ്ടെന്നാ എൻ്റെ മനസ്സ് പറയണേ. വിഷമിക്കല്ലേ. വിഷമമുണ്ട് തന്നെ.